ഇതുപോലുള്ളൊരു പഴം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്താണ് സംഭവം എന്ന് അറിയണ്ടേ? ഇത് കല്ലുവാഴ എന്ന് പറയും കേട്ടോ. കല്ലുവാഴയുടെ പഴമാണ്. ഇപ്പോൾ ഇത് പച്ചയ്ക്കായിരുന്നു നമ്മുടെ കയ്യിൽ കിട്ടിയത്. ഇത് ഒരാഴ്ച വെച്ച് കഴിഞ്ഞപ്പോൾ പഴുത്തിട്ടുണ്ട്. പഴുത്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് പൊട്ടിച്ച് നോക്കി. ഇത് കണ്ടോ, ഇതിനകത്ത് നിറച്ചും ഇതിൻ്റെ കുരുവാണ്. ഒരു പഴം പൊളിച്ചപ്പോൾ തന്നെ അത് നിറച്ചും കുരുവാണ്. നമുക്ക് ഇതിനകത്ത് കഴിക്കാനൊന്നുമില്ല. ഇതുപോലെ കല്ലെന്നാണ് പറയുന്നത്. കാരണം കുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല്ല് വെച്ചൊക്കെ ശരിക്കും ഒന്ന് കടിച്ചാൽ പൊട്ടും. ഇത് കണ്ടോ, ഞാൻ ഒരു പഴത്തിനകത്തുനിന്ന് ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തതാണ്. ഇത്രയും കുരുവുണ്ട്. എണ്ണി നോക്കി ഞാൻ 193 കുരുവുണ്ട്. ശരിക്കും അത് കല്ല് പോലെയാണ് ഇരിക്കുന്നത്. നമ്മുടെ പല്ല് കൊണ്ടൊന്നും ഇത് നമുക്ക് കടിച്ചു പൊട്ടിക്കാൻ പറ്റത്തില്ല. പല്ല് പൊട്ടി പോകത്തേ ഉള്ളൂ. അത്രയ്ക്കും ശക്തമായ കുരുക്കളാണ്. കുരു എന്നാണ് ഇതിന് പറയുന്നത്. ഇതിൻ്റെ വിത്തുകളാണെന്നാണ് പറയുന്നത് ഇത്. അപ്പോൾ ഇത് ഞാനൊന്ന് പൊട്ടിച്ച് നോക്കുകയാണ്. ഇതെന്താണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അറിയാൻ വേണ്ടി. കല്ല് വെച്ച് വേണം പൊട്ടിക്കാൻ, എന്നാലും ഇത് പൊട്ടത്തുള്ളൂ. അത്രയ്ക്കും ഹാർഡാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ കല്ല് വെച്ചൊന്ന് അരകല്ല വെച്ചിട്ടൊന്ന് പൊട്ടിച്ച് നോക്കി. അതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഇതുപോലെ ചെറിയ എന്തോ പൊടിയാണ്. പക്ഷേ ഈ പൊടി ഭയങ്കര ഔഷധ ഗുണമുള്ളതാണെന്നാണ് പറയുന്നത്. കല്ലുവാഴയുടെ പഴം നല്ല ഗുണമുള്ളതാണെന്ന് പറയുന്നത്. പഴം നമുക്ക് കഴിക്കാൻ ഒട്ടും പറ്റത്തില്ല. കാരണം അതിനകത്ത് ഇത് കല്ലുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കുരുവിനകത്താണ് ഈ ഒരു പൊടി എടുത്തിട്ട് പല മരുന്നുകൾക്കും ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഉപയോഗം? ഇതിനെ ഈ പൊടി സെപ്പറേറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കതൊരു പോസിബിളായിട്ടുള്ള കാര്യമല്ല. അത്രയ്ക്കും ബുദ്ധിമുട്ടാണിത്. അപ്പം ഞാനിതൊന്ന് ജെമിനിയോട് ചോദിച്ചു നോക്കി, എന്താണ് ഇതിൻ്റെ ഉപയോഗം, എന്തൊക്കെയാണ് ഇതിൻ്റെ ഉപകാരം, കല്ലുവാഴയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചു നോക്കി. ഇപ്പം അതിൻ്റെ കുറച്ച് ഗുണങ്ങളൊക്കെ പറയുന്നുണ്ട് അവർ. പിന്നെ മൂത്രാശയ രോഗങ്ങൾക്ക്, വൃക്കയിലെ മൂത്രാശയത്തിലെ കല്ലുകൾക്കൊക്കെ നല്ലതാണ്. മൂത്രം തടസ്സപ്പെടുന്ന അവസ്ഥ, ഇതിൻ്റെ വിത്തുകൾ പൊടിച്ച് പാലിൽ കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. അതുപോലെ ആർത്തവ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ, ത്വക്ക് സംബന്ധമായ രോഗങ്ങൾക്ക്, പ്രമേഹം, ഇതിനൊക്കെ നല്ലതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട് ഇത് സ്വയം ചികിത്സ ഒഴിവാക്കണം, അതായത് നല്ല വിദഗ്ധരുടെ ഒരു നിർദ്ദേശം തേടണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഞാൻ അറിയാത്തവരുടെ അറിവിലേക്ക് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. ഒരുപാട് പേർക്ക് അറിയത്തില്ലായിരിക്കും, ഒത്തിരി പേർക്ക് അറിയാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പം കൂടുതൽ അറിവുകളുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.